കുന്തിരിക്കം നന്നായി വിളയുന്ന പ്രദേശങ്ങളിലൊന്നാണ് അറബ് ലോകം. സലാല ഉൾപ്പെടുന്ന ദോഫാർ മേഖലയാവട്ടെ പ്രാചീന കാലം മുതൽക്കേ കുന്തിരിക്കത്തിന് പേരുകേട്ട സ്ഥലവും. ചികിത്സക്കുള്ള ഉപാധിയായും കുന്തിരിക്കത്തെ അറബ് ലോകം കാണുന്നുണ്ട്. അറബ് ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കുന്തിരിക്കത്തിൻ്റെ വേരുകൾ തേടിയാണ് അടുത്ത യാത്ര. അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങളിൽ പേരുകേട്ടതും പഴക്കമേറിയതുമാണ് കുന്തിരിക്കം. അറബിയിൽ ഇത് ലുബാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അറബികളുടെ നിത്യോപയോഗ വസ്തുക്കളിൽപ്പെട്ടതാണ് ലുബാൻ. കുന്തിരിക്കങ്ങളുടെ നാടെന്ന പേരിൽ ലോകപ്രശസ്തമാണ് സലാല ഉൾപ്പെടുന്ന ദോഫാർ. സലാലയ്ക്കടുത്തുള്ള മലമ്പ്രദേശങ്ങളായ വാദി ദൊക്ക, വാദി അന്തൂർ, ഹനൂർ, വാദി ഹൊജർ എന്നിവിടങ്ങളിൽ ഇവ ധാരാളമായി വളരുന്നു. ഇവിടുത്തെ അറബികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായതിനാൽ തന്നെ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും ഇവർ ഏറെ ശ്രദ്ധിക്കുന്നു. കൂടാതെ ഗവൺമെന്റ് നേരിട്ടും പുതിയ തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നുമുണ്ട്. ഏതാണ്ട് 8-10 വർഷത്തോടെ ഒരു മരം വിളവെടുക്കുവാൻ പാകമാകുകയുള്ളൂ. ബോസ്വല്യ സാക്ര എന്നാണ് ഈ മരത്തിന്റെ ശാസ്ത്രീയമായ നാമം. 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെയാണ് ഉയരമുണ്ടാവുക. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നത് പോലെ കത്തികൊണ്ടും മറ്റും ചെത്തിയാണ് ഇവയെടുക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെളുത്ത കട്ടിയേറിയ കറയാണ് സുഗന്ധമാർന്ന കുന്തിരിക്കമായി മാറുന്നത്. ഇവ പിന്നീട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിലാണ് പ്രധാന വിളവെടുപ്പ് നടക്കുന്നത്. വ്യത്യസ്ത കാലാവസ്ഥാ പ്രദേശങ്ങളിൽ വളരുന്ന മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുന്തിരിക്കങ്ങൾ വിവിധ ഗുണനിലവാരമുള്ളവയായിരിക്കും. ഇവിടുത്തെ അതിപുരാതന മാർക്കറ്റായ ഹാഫയിലെ സുക്കൂൽ ഹസനിലാണ് കുന്തിരിക്കത്തിൻ്റെയും മറ്റ് സുഗന്ധങ്ങളുടെയും വിപണനം പ്രധാനമായും നടക്കുന്നത്. പ്രധാനമായും 4 ഇനം കുന്തിരിക്കമാണ് ഇവിടെ ലഭിക്കുന്നത്. അൽ ഹുജ്രി, അന്നജ്ദി, അശസ്രി, അഷാബി എന്നിവയാണിവ. മറ്റു പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. ജവലിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിനെ 4 തരങ്ങളായിട്ട് ഞങ്ങൾ തരംതിരിച്ച് അതിൽ പച്ച, വെള്ള, പിന്നെ ആദി, ഈ 3 തരം തരംതിരിച്ച് അതിൽ പൗഡർ വരുന്നത് വേറെ തന്നെ തരംതിരിച്ചിരിക്കുകയാണ്. പൗഡർ വന്ന് പുകയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ആദി വന്ന് ശരിക്കുള്ള ഒരു കീടനാശിനികൾക്ക് നശിക്കാനും പിന്നെ പെർഫ്യൂം സ്മെല്ലുമാണ്, നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. വൈറ്റ് വന്ന് പ്രത്യേക ഒരു സ്മെല്ല്, വേർതിരിച്ചിട്ടൊരു സ്മെല്ലാണ്. അതിൻ്റെ പച്ച വന്ന് മെഡിസിനും ഔഷധപരമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും. അതിൽ വന്ന് ഞങ്ങൾ രണ്ട് പീസ് വെള്ളത്തിലിട്ട് വെച്ച്, രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പകൽ അത് കലക്കി കുടിക്കുകയാണെങ്കിൽ വയറ് സംബന്ധമായുള്ള എല്ലാ രോഗങ്ങൾക്കും ഔഷധമായ സംഭവമാണ്. സുഗന്ധ ആവശ്യങ്ങൾക്കല്ലാതെ പരമ്പരാഗത ചികിത്സാ രംഗത്തും ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നിരവധി ടൂറിസ്റ്റുകളും ഈ പരമ്പരാഗത ചന്തയിലെത്തി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. هذا تحصله شيء صوب مرمور يعني صوب الغرب اتجاه اليمن وشيء اللي هو صوب الشرق اللي يطلع الحوجري اللي هو النوعية الممتازة اللي مشهور بها محافظة ظفار. اللي صوب الشرق يطلع حوجري الأبيض الأخضر. هذه أنواع الممتازة اللي يعني مشهور بهالمنطقة بهذا اللبان. ഖരീഫ് സീസൺ സമയത്ത് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക. നല്ല ഇനം കുന്തിരിക്കം വെറുതെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് സ്വദേശികൾ പറയുന്നത്. മുൻകാലങ്ങളിൽ മതപരമായ അനുഷ്ഠാനങ്ങൾക്കായി റോമിലേക്കും മറ്റും കുന്തിരിക്കം കൊണ്ടുപോയതായി ചരിത്ര ഗ്രന്ഥികളിൽ പറയുന്നുണ്ട്.
പൗരസ്ത്യദേശത്തിൽ നിന്ന് യേശുവിനെ സന്ദർശിക്കാൻ എത്തിയവർ സമ്മാനമായി നൽകിയവയിലൊന്ന് കുന്തിരിക്കമായിരുന്നു എന്ന് ബൈബിളിലും പറയുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഇവ പുകയ്ക്കാറുണ്ട്. കേരളത്തിലേക്ക് എത്തിയ അറബികളുടെ ആദ്യകാല പായ്ക്കപ്പലുകളിലും പ്രധാനമായും ഉണ്ടായിരുന്നത് കുന്തിരിക്കവും ഈത്തപ്പഴവും തന്നെ.